സർ, ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് അക്കാഡമീസ് ഉണ്ട്, ഒരുപാട് ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് സാറിനുള്ളത്. സർവീസിൽ ഉണ്ടാകുമ്പോൾ തന്നെ ആർമി ഫിസിക്കൽ ട്രെയിനിങ് കോളേജിൽ നിന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറാണ് സർ. സോ ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടുന്ന് സർട്ടിഫൈഡ് ആയിട്ട് ഇറങ്ങാന്നുള്ളതും ഒത്തിരി പാടുള്ള ഒരു പണിയാണ് നമുക്കറിയാം. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്? APTC ആർമി ഫിസിക്കൽ ട്രെയിനിങ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡയറക്റ്റ് അങ്ങോട്ട് എൻട്രി അല്ല, അതൊരു ഇതേമാതിരി ഒരു പ്രോസസ്സിലാണ്, ഓരോരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്. ആദ്യം തന്നെ നമ്മളൊരു റെജിമെന്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലെവലിൽ എന്നൊക്കെ പറയാം. അവിടുന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, അവർ അങ്ങോട്ടേക്ക് അവരെ പ്രൊസീഡ് ചെയ്യും ഒരു കമാൻഡ് ഏരിയയിലേക്ക്. അവിടെ ഒരു 6 month ഞങ്ങൾ റീട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 6 month ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ വരും, എൻട്രൻസ് ആയിട്ടും അതേമാതിരി ഗെയിമായിട്ടും പിന്നെ അതേമാതിരി ലീഡർഷിപ്പ് ക്വാളിറ്റി. അങ്ങനെ ഒരാൾ പുറത്ത് വരുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ള ഒരാളെ ട്രെയിനിങ് ചെയ്യിക്കാനുള്ളത്, അത് നമ്മൾ എന്താണ് ബേസിക് ആയിട്ട് സ്കൂൾസാണ് എല്ലാ കമാൻഡ് ലെവലിലും. ഇവിടുന്ന് ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു സെലക്ഷൻ നടക്കും. അതിൽ നമ്മൾ എല്ലാ വിധത്തിലും നമ്മൾ എജിലിറ്റി ചെക്ക് ചെയ്യും, നമ്മൾ ലീഡർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസ്, എല്ലാ ഗെയിം, അങ്ങനെ എല്ലാ ക്വാളിറ്റിയും ഇന്ന് അതിനകത്ത് നിന്ന് ഒരു 10-30 പേരെ മാത്രം സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്താലാണ് നമ്മൾ പൂനെയിൽ SPTയിൽ പോയിട്ട് അവിടെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. അത് എത്തുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ട്രെയിനിങ് കൊടുക്കുന്ന യൂണിറ്റുകളിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്ട്രക്ടേഴ്സിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒരു ഇൻസ്ട്രക്ടറായിട്ട് നമ്മൾ മാറുന്നത്. അതിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ബോക്സിങ്, അപ്പോൾ ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ട കാര്യമാണ്. ഇതെല്ലാം നമുക്ക് എന്താണ് ഇവിടുന്ന് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നൈഡസിലേക്ക് അക്കാഡമിയിലേക്ക് അത് ഇൻഡക്ട് ചെയ്യാൻ പറ്റും. അത് കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഷുവർ അവരെന്തായാലും വളരെ എന്തായിരിക്കും കോൺഫിഡൻ്റ് ആയിരിക്കും, അവർ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഒരു വിധത്തിലാണ് ഫുള്ള് അവിടെയൊക്കെ ചെയ്ത സാധനം നമുക്ക് നേരെ നൈഡസ് അക്കാഡമിയിലേക്ക് കൂടെ അത് കിട്ടിയിട്ട് കുട്ടികൾ അവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പൂർണ്ണ വിശ്വാസം.